ഇതെന്താ ഒരു നെയ്യൊക്കെ ആയിട്ടാണെന്നാണ് വിചാരിക്കണേ. എന്നാൽ നെയ്യൊന്നും അല്ലാട്ടോ ഇത്. സംഭവം എന്താണെന്നോ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതും കൂടെ കാണാട്ടോ. ഇതിന് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നുകൂടി കാണിക്കാം, കാരണം ഒരുപാട് പേര് കാണാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടതാണ്. വേറൊന്നും അല്ലാട്ടോ, നമ്മുടെ ചെറുനാരങ്ങ ഉപയോഗിച്ച ശേഷം വരുന്ന തൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് അങ്ങോട്ട് വച്ചിരുന്നാൽ മതി. അത് നല്ലപോലെ കുതിർന്ന് വന്നു കഴിയുമ്പോൾ, പാത്രം നിറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുതിരുമല്ലോ, നല്ലപോലെ കുതിർന്ന് അട്ട് വരുന്ന സമയത്ത് അവനെ എടുത്തിട്ട് അങ്ങോട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചു കൊടുക്കുക. നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പാകത്തിനുള്ള ലിക്വിഡാക്കി ബോട്ടിലുകളിൽ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ വാഷ് ബേസിനും ടൈലും ബാത്റൂം ടൈലും പിന്നെ നമ്മുടെ സ്വിച്ച് ബോർഡും ചുമരും അതുപോലെ തന്നെ നമ്മളുടെ ഡോറിൻ്റെ സൈഡിലൊക്കെ നമ്മളിങ്ങനെ കൈ പിടിച്ച് കണ്ടുപോകാൻ അഴുക്കായിട്ടുണ്ടാവും. അവിടെ എല്ലാം എന്താ നല്ല ക്ലീനാക്കി എടുക്കാനായിട്ട് എളുപ്പ വഴിയാണ്. നമ്മൾ വെറുതെ കളയണ ചെറുനാരങ്ങ തൊണ്ട് മാത്രം മതി നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതാ കണ്ടോ നമ്മുടെ ചുമര് മാറുന്ന മാറ്റം. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ചുമരിനെ മാറ്റി ഞാനെടുത്തതും, അതേപോലെ സ്വിച്ച് ബോർഡിനെ മാറ്റിയെടുത്തതും, അതുപോലെ തന്നെ നമ്മുടെ ടൈലിനെ എല്ലാം ഞാൻ ഇതുപോലെ മാറ്റിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൂട്ടി വെച്ചിട്ട് റെഡിയാക്കി എടുത്തുവെന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമാണിത്. അപ്പോൾ ഇനി ആരും ചെറുനാരങ്ങ തൊണ്ടൊന്നും കളയണ്ട, റെഡിയാക്കിക്കോളൂ. നമ്മളുടെ ഇവരൊക്കെ നല്ല അടിപൊളി സുന്ദര കുട്ടപ്പന്മാരായി പുതിയതുപോലെയായി മാറി കിട്ടും. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ചെയ്യാനും മറക്കല്ലേ.